SSLC, ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. സ്നേഹസാന്ദ്രമായ സംഗീത വിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. കരുണാമയാനിൻ സ്നേഹം കരുണാർദ്രമാനിൻ സ്നേഹം കരുണാമയാനിൻ സ്നേഹം കരുണാർദ്രമാനിൻ സ്നേഹം കണ്ടു ഞാൻ കണ്ടു ക്രൂശിൽ പിടഞ്ഞ വേളയിൽ കണ്ടു ഞാൻ കണ്ടു ക്രൂശിൽ പിടഞ്ഞ വേളയിൽ കരുണാമയാനിൻ സ്നേഹം കരുണാർദ്രമാനിൻ സ്നേഹം ശോകത്തിൻ കൊടുംവെയിലിൽ എൻ മനം വാടിയപ്പോൾ ശോകത്തിൻ കൊടുംവെയിലിൽ എൻ മനം വാടിയപ്പോൾ അനുഗ്രഹമായി പ്രത്യാശയായി നിൻമുഖം മുന്നിൽ കണ്ടു കൃപയുടെ വൻഗിരിയായി ദയയുടെ വൻകടലായി അണയൂ നാഥാ നീ അണയൂ കരുണാമയാനിൻ സ്നേഹം കരുണാർദ്രമാനിൻ സ്നേഹം കണ്ടു ഞാൻ കണ്ടു ക്രൂശിൽ പിടഞ്ഞ വേളയിൽ കണ്ടു ഞാൻ കണ്ടു ക്രൂശിൽ പിടഞ്ഞ വേളയിൽ കരുണാമയാനിൻ സ്നേഹം കരുണാർദ്രമാനിൻ സ്നേഹം. എക്സാംസ് ഒക്കെ ഇതാ എത്തിക്കഴിഞ്ഞു. പരീക്ഷ അടുക്കും തോറും കൂട്ടുകാർക്ക് നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഏത് ചാപ്റ്ററിനാണ് വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവുക, ഏത് ചാപ്റ്ററാണ് കൂടുതൽ പഠിക്കേണ്ടത്, ഈ ചിന്തകളൊക്കെയല്ലേ കൂട്ടുകാരെ ടെൻഷനിലാക്കുന്നത്. എന്നാൽ വളരെ കൃത്യമായി എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ബോർഡ് എക്സാമിന് ഒരുങ്ങുന്ന കുട്ടികൾക്കായി ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിന്റ്സ് ഉൾപ്പെടുത്തി ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ 90+ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരീക്ഷാ പേടി ഒന്നും കൂടാതെ എക്സാം എഴുതിക്കോളൂ. സ്വരവിരുന്നിലെ സ്നേഹനാദം ടോപ്പ് സിംഗറിന്റെ പ്രിയ ഗായിക തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ ആൻകുട്ടി എത്തുന്നു. വെൽക്കം ആൻ ബെൻസൺ.
ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്താ വിളിച്ചത് പറയും? പപ്പി. അല്ല, ഇപ്പൊ വരും വപ്പിക്കുട്ടി. എടി ഞാൻ പപ്പി എന്ന് പപ്പീന്നല്ലേ പറഞ്ഞാൽ നീ അവിടെ നിന്ന് കേട്ടതല്ലേ? വപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും? പട്ടിക്കുട്ടി. അല്ല, അതാണ് വായിക്കകത്ത് പല്ലില്ലാത്ത ഒരാളിനെയാണ് വപ്പി എന്ന് വിളിക്കുന്നത്. വപ്പിന്ന് ഞാൻ വിളിച്ചില്ലല്ലോ. പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ വപ്പിക്കുട്ടി വരുമെന്ന്? ഞാൻ പപ്പിക്കുട്ടി വരുമെന്നാ പറഞ്ഞേ. ഒരിക്കലും കമ്പനി അടിക്കില്ലേ മീനൂട്ടിയായിട്ട് കേട്ടോ. ഞങ്ങള് പണ്ടേ കമ്പനി ഇല്ലെന്ന്. പിന്നെ വിശേഷം പറയൂ. വിശേഷം ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നു. അതാണ്. നാട്ടിൽ പോയിരുന്നു. അപ്പോ കുഞ്ഞമ്മയുടെ വീട്ടിലൊക്കെ പോയി. അവിടുന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി. അവിടെയുള്ള നാട്ടുകാരെല്ലാവരും വന്നു. കുറെ വിശേഷങ്ങൾ ചോദിച്ചു. അവരുടെ വക ഒരു ആദരവൊക്കെ കിട്ടി. എനിക്ക് വയ്യ. നോട്ടുമാലയാണോ? അയ്യ, അതൊന്നല്ല. ഏത് പാട്ടാ? ഞാൻ ഇന്ന് പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിലെ ഈരിയേഴും വീശിവ. കണ്ണൂർ രാജ മാസ്റ്റർ അല്ലേ എഴുതിയത്? ബിച്ചു തിരുമല സർ. ബിച്ചുവേട്ടൻ. എന്തൊക്കെയാണ് അല്ലാതെ ആനിന് തോന്നിയത് പുറം ലോകം കണ്ടു കഴിഞ്ഞു? പുറത്ത് പോകുന്നതിന് ഉപരി വേറൊരു കാര്യം ഉണ്ടായി. പൂജയുടെ സ്കൂളിൽ സ്വീകരണം കിട്ടി. അയ്യോ, പൂജയ്ക്ക് സ്വീകരണം. ഇവിടെ വന്നുകൊണ്ട് അതൊക്കെ ഒരു പൂജയ്ക്ക് സ്വീകരണം. സൗഭാഗ്യല്ലേ? അതൊരു സൗഭാഗ്യം തന്നെയല്ലേ? അതൊരു സൗഭാഗ്യമാണ്. മാത്രമല്ല പൊന്നാട് കിട്ടിയോ? അവള് ഭയങ്കരമായിട്ട് സ്പീച്ചൊക്കെ നടത്തി. അവള് സ്വന്തമായിട്ട് എന്നെ പോലെ ഒരു കുട്ടിയെ കിട്ടിയ നിങ്ങളൊക്കെ ഭാഗ്യമാണെന്നൊക്കെ. ആണോ? വലിയ സൗഭാഗ്യം. സൗഭാഗ്യമാണ്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പൂജയുടെ കാര്യത്തിൽ സൗഭാഗ്യം എന്ന് പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളിവിടെ എപ്പോഴും ഇവിടുത്തെ ടോപ്പ് ബാൻഡിനെ ഇങ്ങനെ പ്രശംസിച്ച് സംസാരിക്കും. പലത് കേൾക്കുമ്പോഴും ഇങ്ങനെ പല ആർട്ടിസ്റ്റിന്റെ ഓരോ സിംഗിൾ ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും നല്ല രസമുണ്ട്, എവിടെയെങ്കിലൊക്കെ എൻ്റെ പാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഓർത്ത്, അങ്ങനെ എൻ്റെ പാട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബേസ് ഗിറ്റാറിസ്റ്റ് വായിച്ച് കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടി. ശശി ഇപ്പൊ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന പടം ജിബൂട്ടിയിലൊരു പാട്ട് ഇതേ ശശി സ്റ്റുഡിയോയിൽ വന്ന് വായിച്ച ഒരു സമയത്ത് നമ്മൾ എടുത്തൊരു ഫോട്ടോ ആണിത്. അതിമനോഹരമായിട്ട് ഇദ്ദേഹം വായിച്ചിട്ടുണ്ട്. ആ പാട്ട് വൈകാതെ തന്നെ ഇവിടെ കേൾപ്പിക്കാം. ഇവിടെ ഒരാൾ വന്നത് കണ്ടില്ലേ? ഞാൻ ഇങ്ങനെ വിശേഷമൊക്കെ കേട്ടിരിക്കല്ലേ. സുഖായിരിക്കണോ മോളെ? സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസം കഴിഞ്ഞ് കാണാണ്. പക്ഷെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു. തകർക്കണെന്നും. All the best. താങ്ക് യു.
ആൻകുട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു നല്ല സെലക്ഷൻ, സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു ആ പാട്ടിനൊരു സുഖമുണ്ട്. എനിക്ക് ഇന്ന് ടോട്ടലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പല്ലവി പാടിയപ്പോഴത്തേക്ക് ആദ്യത്തെ തുടക്കം ഒരു വേവറിങ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന പല്ലവി സൂപ്പറായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് ഒരു വാമപ്പ് പോലെ ആദ്യം ഒന്ന് ചൂടായി വന്നത് പിന്നെയാണ്. അതുപോലെ തന്നെ അനുപല്ലവിയിലെ ആ ലൈൻ ഒന്ന് പാടാമോ? മാധവം മാധവം അവിടെ ശ്രുതി. മാധവം 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 അവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്. മാധവം തരറ്റിരരരീര. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരട്ടെ. മാധവം മദനോത്സവം വാഴുമീ വനവീതിയിൽ അവിടെ അറ്റത്ത് വരുമ്പോ ഒരു വൈബ്രേഷൻ വരുന്നു. അത് സുഖമായിട്ട് ആനിന് നേരത്തെ പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചെറിയൊരു ഇത് വന്നു അവിടെ പാടിയപ്പോഴും. ഒരുപാട് പോർഷൻസ് കൊള്ളാം. അതുപോലെ തന്നെ ഈ മരുഭൂജലം പാടില്ലേ, ആ പോർഷൻസും നേരത്തെ ഉള്ള സംഗതിയാണ്. അത് കറക്റ്റായിട്ട് വന്നു. എങ്കിലും അറ്റത്തൊരു ചെറിയ തൊങ്ങൽ തൂക്കിയിട്ടിരിക്കുന്നു. ആ തൊങ്ങൽ നമുക്ക് മാറ്റിക്കളയാം. പാട്ട് അസലായിട്ട് പാടി. പക്ഷെ ഇങ്ങനത്തെ ഉള്ള സംഭവം ആനിൻ്റെ നിന്ന് വരുന്നതല്ല. പിന്നെ എന്തോ ട്രിവാൻഡ്രത്ത് പോയിട്ട് വന്നോണ്ടാണോ എന്തോ അറിഞ്ഞൂടാ. വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്നു അവിടെ പോയിട്ട്. ഇല്ല, അതൊക്കെ നമ്മൾ എടുത്ത് കളയും. ഓക്കെ, ഈ പാട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 90% ഒരു രക്ഷയില്ലാത്ത സൂപ്പർബായിട്ടാണ് പാടിയത്. അതിനാദ്യം തരട്ടെ വലിയ കയ്യടി. പിന്നെ മോളുടെ സെൻസ് ഓഫ് പിച്ചിങ് വളരെ നല്ല ക്ലീൻ പിച്ചിങ്, ഓൾമോസ്റ്റ് നിയർ ടു പെർഫെക്റ്റ് ആണ് ഫുൾ സോങ്. അത് ഒന്നും ഒരു രക്ഷയില്ലാതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടുന്ന ഒരു കൺട്രോളാണ്. അതെല്ലാം മോളെ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ ഇതിലാകെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വിബ്രാറ്റോൻ്റെ പ്രശ്നമാണ്. അതാണ് ഷാറ്ററിങ്ങും വൈബ്രേഷൻ എന്നൊക്കെ ബാക്കി എല്ലാവരും മോളെ റിമൈൻഡ് ചെയ്തത്. ഈ വിബ്രാറ്റോ എന്ന് പറയുന്ന സംഭവം കൂടുതൽ എനിക്കിപ്പോൾ മനസ്സിലായത്, എടുത്തറിയുന്നത് അതേപോലത്തെ സംഗതികൾ വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ മിക്സപ്പ് ആയി പോകുന്നു. മയൂരമേ എന്നുള്ള ലൈനാണോ എന്താ മോളൊന്ന് ഫസ്റ്റ് ലൈൻ പാടുമോ? മയൂര അങ്ങനെ വരുന്നുണ്ടോ? ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട് ആ സംഗതി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ സ്ട്രെയിറ്റും ഈ സംഗതിയും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് അറിയണം. കാരണം ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്താൽ മതി. മോൾ അറിയാതെ വരുന്ന ഒരു സംഭവമായത്. ലോങ് നോട്ട്സ് മോളൊന്ന് ഒരു കാര്യം ചെയ്ത് നോക്കൂ, വിബ്രാറ്റോ ഇല്ലാതെ സ്ട്രെയിറ്റ് നോട്ട്സ് മാത്രം പാടി നോക്കൂ. അതൊരു പ്രാക്ടീസ് ആക്കുക. പിന്നെ കുറച്ച് വിബ്രാറ്റോ ഇട്ട് തുടങ്ങും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രൊഫഷണൽ ഗായികയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും മോൾക്കുണ്ട്. മോള് നന്നായിട്ട് ഈ പാട്ട് വളരെ നന്നായിട്ട് ഇന്ന് പാടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പോയിട്ട് ആ പഴയ ആളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. കുറച്ച് നാളുകളായിട്ട് മോളുടെ പെർഫോമൻസിൽ അത് കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വീണ്ടും ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ ആ വൈബ്രേഷൻ ഫീൽ ചെയ്തു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പെർഫെക്റ്റ് ഗായികയാണ്. ശരിക്കും പറഞ്ഞാൽ മോള് പാടിയപ്പോൾ എനിക്ക് ആദ്യം ജഡ്ജസ് പറഞ്ഞ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. സാധാരണ ഒരു ശ്രോതാവ് എന്നുള്ള രീതിയിൽ അതിങ്ങനെ രസമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അവർ പറഞ്ഞ കറക്ഷൻസ് പാടിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എനിക്കും തോന്നിയത്. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നാട്ടിലൊക്കെ പോയി വെക്കേഷനൊക്കെ കുറച്ച് ആഘോഷിച്ചു, ഫ്രണ്ട്സും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച സമയത്ത് നമ്മൾ കുറച്ച് ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുന്നത്. പിന്നെ വീണ്ടും എന്താ നമ്മൾ ട്രാക്കിലെത്തി. അടുത്ത പെർഫോമൻസ് ആകുമ്പോഴത്തേക്ക് ആൺകുട്ടി പഴയ ആൺകുട്ടിയായിട്ട് ഇതിൻ്റെ ഒരു 10 times ഒരു 100 times ബെറ്റർ ആയിട്ടായിരിക്കും വരുന്നത്. പണ്ട് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വാവ മുമ്പോട്ട് വരും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോള് പാടിയത്. ഇന്ന് അങ്കിള് തരുന്ന മാർക്ക് 9.25 out of 10. ഞാൻ ആൻകുട്ടിക്ക് തരുന്നു 9.5 out of 10. ഞാനും മോൾക്ക് തരുന്നു 9.5 out of 10. So 28.25 out of 30. Which means ഇന്ന് ആൻ മോൾക്ക് കിട്ടിയിരിക്കുന്നത് A Extreme. ആടിയൊരു തിരുവനന്തപുരം പൂക്കുറ്റി. Congratulations, you are awarded A
അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം പാട്ടുകളും പെർഫോമൻസും ഒക്കെ കണ്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ചക്കര, ഓൾ ദി ബെസ്റ്റ്. കുറുമ്പിന്റെ കുഞ്ഞു തെന്നൽ പോലെ സ്നേഹസ്വരം മധുരവുമായി മഞ്ചേരിക്കാരൻ ദേവൂട്ടനെത്തുന്നു. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. നീ വരെ 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 ഒരു സുന്ദരനാണല്ലോ. അതെന്താണ് അങ്ങനെ അങ്ങനെ? മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ കയ്യിലോട്ട് ഓ, നോക്കുന്നത്? പുതിയ വാച്ച്. ഇതെന്താ നോക്കിയത്? സൗന്ദര്യം കൂടുതൽ സമയം അല്ല, എനിക്ക് കയ്യിലാണോ മനസ്സിലായി. അറിയാം? അല്ല, എനിക്ക് മനസ്സിലായി. കൂടുതലിട്ട് വർത്താനം പറയാതെ പാട്ട് പാടാൻ വേണ്ടി സാറേ. അതാണോ? കം ടു ദ ടോപ്പിക്. കം ടു ദ പോയിന്റ്. ഓക്കെ, അപ്പൊ ആരാണ്? അതല്ല, മ്യൂസിക്. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ. റിലീസ് PK ഗോപി സാറ്. ഓക്കെ, പാടിയത് വേണുഗോപാൽ സാറ്. സിനിമം സസ്നേഹം. സിനിമ സസ്നേഹം. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടുമോനെ. കം ടു ദ പോയിന്റ്. ശ്രീദേവ്, എന്തോ എന്തുണ്ട് വിശേഷം? സുഗന്യ ഇപ്പൊ പേടിച്ചിരിക്കുക. അതെന്തിനാ ചക്ര? ആശാന്റെ ദൃശ്യം 2 മറ്റേ ചേച്ചിനെ പേടിപ്പിച്ചില്ലേ? മറ്റേ ചേച്ചിനെ പേടിപ്പിച്ചില്ലേ? ചക്ര അതൊക്കെ ജീവിക്കാൻ വേണ്ടിട്ടാണ്. രാത്രി കിടക്കുമ്പോ ജനലിലോട്ട് നോക്കാൻ പേടിയാന്ന്. അതൊരു പോലീസ് വേഷത്തിലൊക്കെ അല്ലേ, നമ്മള് പാവല്ലേ. അല്ല, ഞാനിങ്ങനെ ബ്ലൂപ്പേഴ്സ് ആലോചിക്കായിരുന്നു. എന്തിനാണ് എന്റെ മോനൊക്കെ കൊന്ന ആലോചിക്കുമ്പോ ചക്കരേന്ന് വിളിച്ചോണ്ട് വരുന്നത് രണ്ടും കൂടി എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുക. അവന്റെ ചിന്ത പോകുന്ന റേഞ്ച്. നമ്മളൊക്കെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോ അവൻ അതിന്റെ ബ്ലൂപ്പേഴ്സ് ആണ് ചിന്തിക്കുന്നത്. കമ്പാരിസൺ അതാണ് ഒരു രക്ഷയില്ലാത്ത. കാരണം ആ ആന്റിയാണോ ഈ ആന്റി? ഒരു ചേർച്ചില്ലെന്ന്. അതൊക്കെ ഒരു ചുമ്മാ അഭിനയാണ്. ഇതാണ് ശരിക്കുള്ള ആശാന്റി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂവിട്ട മോഹം മോകം വിതുമ്പും
കുട്ടാ എന്തോ നന്നായിട്ട് പാടുവനെ. താങ്ക് യു സർ. കാരണം ശ്രുതി ശുദ്ധമായിരുന്നു, എല്ലാം കൊള്ളാം, അക്ഷരങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കേട്ടു. താങ്ക് യു സർ. അങ്ങനൊരു ഒരു നല്ലൊരു ലക്ഷണം. കാരണം ഒരു പുരോഗതിയുണ്ട്. കാരണം വന്ന വഴി നീ പുറകോട്ട് പോകണില്ല, മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട്. അത് എല്ലാം കൊള്ളാം. പിന്നെ ഈ പാട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ മോഹം, ചില സ്ഥലത്ത് മോഹം കറക്റ്റ് ആവുന്നുണ്ട്, ചില സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ സംഗതികൾ മാത്രമേ ഇതിനകത്ത് മോന് പോയിട്ടുള്ളൂ. അല്ലാതെ എന്ത് പറയുന്നത്, ശ്രുതി അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ ഓപ്പൺ ആയിട്ട് പാടുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നുള്ളി എറിഞ്ഞപ്പോൾ എന്നല്ലേ, അത് കുറച്ച് സോഫ്റ്റ് ആക്കാം. ഓമൽ എന്ന് പഠിക്കും. ആ ആഹാ, ഇപ്പൊ കറക്റ്റാ. മോന് വളരെ ഓപ്പൺ ആക്കി. ഇപ്പൊ അടിപൊളിയായിട്ട് വന്നല്ലോ. ആ നേരത്തെ മോന് വളരെ ഓപ്പൺ ആക്കുമ്പോ നുള്ളി എറിഞ്ഞാ പോ കിടക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നമുക്കൊരു സ്നേഹം വേണ്ടേ, നുള്ളി ഇങ്ങനെ എറിയുമ്പോ തോന്നണം എന്താണ് സുഖം. ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് മോന് പോയത്. അത് പൂവിട്ട മോഹം അത് വളരെ ഈസി ആയിട്ട് പോണം. മിടുക്കൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീദേവ്, എന്തോ എനിക്ക് മോന്റെ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മോന്റെ ശ്രുതിയാണ്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ശ്രുതിയിലാണ് പാടിയത്. അതിന് ആദ്യം തന്നെ തരട്ടെ. താങ്ക് യു സർ. ഇനി അങ്കിൾ പറയുന്ന ഒരു കാര്യം മോൻ ശ്രദ്ധിക്കാം. മോന്റെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാടുന്ന സമയത്ത് മോൻ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് സംഗതികൾക്ക് കൊടുക്കുന്നത്. അതായത് ഉള്ള സംഗതികൾ മോൻ പാടുമ്പോൾ അതിൻ്റെ വളരെ ചെറിയ രൂപത്തിലാണ് വരുന്നത്. ഇപ്പൊ താനെ പോയിട്ട് മോഹം കഴിഞ്ഞിട്ട് നേരമില്ലേ, മൂകം വിതുമ്പും നേരം, അത് മോൻ എങ്ങനെയാ പാടിയത്? മൂകം വിതുമ്പും നേരം. ആ രം ഇതല്ലേ മോൻ പാടുന്നത്? നേരം. ആ അത് കുഴപ്പമില്ല. ഇതാണ് ഇതിപ്പം ശരിയാക്കി എടുക്കാനല്ല, ഇതൊരു എക്സാമ്പിളാണ് അങ്കിൾ കാണിച്ചു തന്നത്. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ എന്താ പറയാ സംഗതികൾ അത് മോൻ ഇനി ഡീറ്റെയിലിംഗ് നോക്കണം. മോൻ അത് കൂടുതൽ ഒബ്സർവ് ചെയ്യണം. അപ്പൊ മോൻ ഇനി നോക്കേണ്ടത്, മോന്റെ പാട്ടുകളിൽ റോങ് നോട്ട്സ് ഇല്ല, പക്ഷേ ഈ പാടുന്നതിൻ്റെ ഇടയിൽ ഹിഡൻ റൈറ്റ് നോട്ട്സ് ഇനിയുണ്ട്. അപ്പൊ ആ റൈറ്റ് നോട്ട്സ് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇനിയും കണ്ടുപിടിച്ച് അതിന് സ്ലോ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുക കേട്ടോ. ബാക്കി എല്ലാം മോന്റെ പോക്ക് പെർഫെക്റ്റ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പഴയ ശ്രീദേവ് അല്ല, ഇപ്പോ പുതിയൊരു ശ്രീദേവാണ്. അപ്ഡേറ്റ് ചെയ്തു. മോൻ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് വളരെ സന്തോഷമായി മോന്റെ ഇന്നത്തെ പാട്ട് കേട്ടപ്പോൾ. നല്ല അത് കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷമായി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. കേട്ടോ? താങ്ക് യു സർ. ഓക്കെ മോനെ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോവാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മോനെ. ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് ഒരു വ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരുപാട് പേരെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും അല്ലേ? ഞാൻ ഇങ്ങനെ ടോപ്പ് സിംഗർ കാണാറുണ്ട്, നിങ്ങൾ ഓരോരുത്തരെ പറ്റി പറയും. അപ്പം അതിൽ കുറച്ച് പേര് പറഞ്ഞൊരു കമൻറ്റ്, ടോപ്പ് സിംഗർ കാണുകയാണെങ്കിൽ ഇപ്പോൾ സംഗീതജ്ഞാനമുള്ള കുറച്ചൊക്കെ പാടാൻ കഴിവുള്ള ഒരാൾ ഇപ്പോൾ പാട്ട് പഠിക്കണമല്ലോ അല്ലേ? ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയി പാട്ട് പഠിച്ചിട്ടാണ് നിങ്ങളൊക്കെ പാടുന്നത്. കുറച്ച് പാടാൻ കഴിവുള്ള ഒരാൾ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുകയാണെങ്കിൽ, ഈ ഗുരുക്കന്മാർ പറഞ്ഞ് നിങ്ങൾ കേട്ട് അത് വീണ്ടും നിങ്ങൾ പാടുന്നുണ്ടല്ലോ, അത് കേട്ട് അവർക്കും ഈ പ്രോഗ്രാമിലൂടെ ഒരു നല്ലൊരു ഗായകരാകാൻ പറ്റുമെന്നൊരു കമൻറ്റ് കേട്ടു. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ചക്കര പാട്ട് പാടുമ്പോൾ ഒരാളും സംസാരിക്കും, അത് വന്ന് നിന്ന് നമ്മളോട് ഇങ്ങനെ ചാറ്റ് ചെയ്യുമല്ലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പിന്നെ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ രണ്ടാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ചില കുട്ടികൾ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര മെച്യൂർഡായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ പാടുമ്പോൾ അതേ മെച്യൂരിറ്റിയോടുകൂടി അവർ സംസാരിക്കാറുണ്ട്. പക്ഷെ ചക്കര അങ്ങനെയല്ല. ചക്കര കുട്ടി തന്നെയാണ്. പാടുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പാടും. ആ ഒരു ഡിഫറൻസ് ഉണ്ട് മോൻ പറയുന്നതിലും പാടുന്നതിലും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കയ്യടി മോൻ അർഹിക്കുന്നത്. അപ്പോൾ ഇനിയൊരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പം ഇതെല്ലാം മാറ്റിയൊരു പെർഫെക്റ്റ് സിംഗറായിട്ട് ശ്രീദേവ് വരും അല്ലേ? ഉറപ്പായിട്ടും. അതാണ്, ദാറ്റ് ഈസ് കോൺഫിഡൻസ്. കേട്ടോ? കൺഗ്രാറ്റ്സ് ചക്കര, തകർത്തു കേട്ടോ. താങ്ക് യു മാം. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ? നിനക്കറിയോ? അറിയാലോ. പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. എന്താ ചെയ്യാ? അതിന്റെ ടെക്നിക്ക് ഇപ്പൊ യൂട്യൂബിലുണ്ട്. മാത്സിലും എടുക്കാനാണോ? അത്യാവശ്യമൊക്കെ പഠിക്കണം. ആണോ? അല്ല, എത്ര കണക്കൊക്കെ പറയണ കേട്ടെ. അതിന്റെ അത് മറ്റേ പരസ്യമല്ലേ, a+b² അതാണല്ലേ കാര്യം. ഈ റൂബിക്സ് ക്യൂബ് എത്ര നേരം എടുക്കും സോൾവ് ചെയ്യാൻ? ഞാൻ പണ്ട് 1
മിനിറ്റിനകത്ത് ചെയ്യുമായിരുന്നു. ശരി, ഇപ്പോഴാണെങ്കിലോ? ഇപ്പൊ ഞാൻ അധികം ചെയ്യാറില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നീ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഒരിക്കൽ ഇവിടെ എപ്പോഴെങ്കിലും നമുക്ക് കാണിച്ചു തരുമോ? നമുക്ക് ഒരു ഇന്നിപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ച് ചെയ്യാം, അങ്ങനെയൊന്നും അല്ല. നിനക്ക് എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒറ്റയടിക്ക് നീ ചെയ്യുന്ന ഒരു വീഡിയോ എങ്കിലും എടുത്തിട്ട് നമ്മൾ കാണിച്ചു. അതെ, കേട്ടോ? ശരി. എന്റെ ഓൾറെഡി 2 വീഡിയോ ഉണ്ട്. ആണോ? ഏതെങ്കിലും ഒരെണ്ണം മതി. ഒരെണ്ണം ഞാൻ പണ്ട് ചെയ്തത് 5 മിനിറ്റ് എടുത്തു. പണ്ടെന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം മുമ്പാണ്? കൊല്ലമല്ല, ഞാൻ ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ. അപ്പൊ എന്തായാലും ഒരു വീഡിയോ കൂടെ കൊണ്ടുവരും. പിന്നെ മറ്റേത് 1 മിനിറ്റിനകത്ത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വീഡിയോ ഒരൊറ്റ ഷോട്ടിൽ പോകണം. കട്ട് ചെയ്യാൻ കട്ട് പാടില്ല. ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല. അയ്യോടാ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് കേൾക്കാം അല്ലേ? മക്കളെ, എന്തോ ഇന്നത്തെ മാർക്ക് 9 out of 10. താങ്ക് യു സർ. ശ്രീദേവ് എന്തോ പേടിച്ചോ? 9 out of 10. താങ്ക് യു സർ. ശ്രീദേവ് കുട്ട എന്തോ 9 out of 10. താങ്ക് യു സർ. So 27 out of 30. താങ്ക് യു സർ. മോനിന്ന് ജഡ്ജസ് പാനൽ തരുന്നു താങ്ക് യു സർ. മോൻ നേരത്തെ എന്താ പറഞ്ഞ? A+? A plus b the whole square is equal to a square plus 2ab plus b square. അത് പരസ്യമല്ലേ? മീനുട്ടിക്ക് അറിയോ അത്? ഇല്ല, എനിക്കറിയാം. ഞാൻ ആ പരസ്യം കാണാറില്ല. എനിക്ക് ഇഷ്ടമല്ല. ആ പരസ്യം കാണുന്നില്ല, മാത്സ് അല്ല, പഠിച്ചാൽ ഞാൻ പഠിക്കാറില്ല, ഞാൻ പരസ്യം കാണാറില്ല. 15 വയസ്സെന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിൽ എനിക്ക് ഇഷ്ടമല്ല. കാരണം വേറൊന്നുമില്ല, മീനുട്ടി ആ പരസ്യം എനിക്ക് അപ്പക്കട്ടിയും കണ്ടാല്. ഇഷ്ടമേ അല്ല അത്. ഇഷ്ടമേ അല്ലല്ലേ ആ പരസ്യം? ഇല്ലില്ല. A+b the whole square പോക്കറ്റ് വരട്ടെ. താങ്ക് യു സർ. Congratulations, you are awarded a triple wow. Wow. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം പാട്ടുകളും പെർഫോമൻസും ഒക്കെ കണ്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സ്വരസർഗ വിരുന്നിന് നാദ നിറവേകിയ മിടുക്കൻ പാട്ടുകാരൻ ചെന്നൈയിൽ നിന്നും നമ്മുടെ സ്വന്തം ഋത്തിക്. വെൽക്കം ഋത്തിക്. ലോലാതി ലോല സർ, ഏത് പാട്ടാ പാടുന്നേ? പൂവല്ല പൂന്തളിരല്ല. പൂവല പോകുന്നല്ലോ. ഇത്ര ലോലനാണോ നീ? അല്ല അങ്ങനെ അല്ല. നിനക്ക് ആരെയാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടി? അവന് പേടിയില്ലാത്തത് എന്താണ്? എനിക്ക് എറുമ്പിനെ പേടിയാണ്? എറുമ്പിനെ? ഇല്ല. കട്ടുറുമ്പ്? ഇല്ല. ഉയ്യോ, അത്ര പേടി. മരണക്കടിയാത്. കുത്തുന്ന ഞാൻ അത് ചവിട്ടിക്കളയാ. അത് ഗ്രൂപ്പായിട്ടാ വരുന്നത്. 1000-400 ഒരുമിച്ച് വരും. പേടിയാ. പേടിയാ? പേടിയാ പേടി. പിന്നെന്താണ്? പിന്നെ പ്രേതം. സെയിം പെൻഷൻ. സെയിം പെഞ്ച്, അതും അവന് പേടിയാ. അല്ല, നമ്മളിപ്പോ അതല്ല. ഇല്ല, അവന്റെ കൂടെ ഒരേ കളർ ഉടുപ്പിട്ടെന്ന് വെച്ചോ, ഇപ്പൊ ഏതെങ്കിലും സെയിം കളർ ഋത്തിക്ക് സെയിം ബെഞ്ചെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ അയ്യോ വേണ്ട വേണ്ട വേണ്ട. അവന് സെയിം ബെഞ്ച് വെക്കുന്നതും പേടിയാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി അങ്ങനെ പേടിക്കാൻ? ആ, എനിക്ക് ചിലവര് നല്ല നുള്ളും. അതാണ്. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞോ? ഒരു കാര്യം മീനുട്ടി ഒന്ന് ശ്രദ്ധിച്ചേരാ കേട്ടോ. അവന്റെ പുറത്തടിക്കും പിച്ചും പാവം ചെറുക്കൻ ലോലനാണ്. നിന്നെ ഞാൻ പുറത്തടിക്കാൻ പറ്റും. കള്ളം പറയുന്നതിന് ശ്രീദേവ് പറയാറുണ്ട്, എല്ലാ കുട്ടികളും പറയാറുണ്ട്. അല്ല, മീനുട്ടിയൊക്കെ വളർന്നില്ലേ? ചേച്ചിയായില്ലേ ഇനി? ചേച്ചിമാരാണ് അങ്ങനെ അനിയന്മാരെ തല്ലി ഓ, പഠിപ്പിക്കുന്നത്. തല്ലി പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കണത്. ഏത് പാട്ടാ പാടുന്നേ? പൂവല്ല പൂന്തളിരല്ല. ആണോ? സിനിമയുടെ പേര്? കാട്ടുപോത്ത്. ആഹാ. ആരാ മ്യൂസിക്? മ്യൂസിക് ജെറി അമൽ ദേവ്സ്. ലിറിക്സ്?
ലിറിക്സ് ഭാസ്കർ മാഷ്. ആ ഓക്കെ. അത് ഈ ലിറിക്സ് ആരാന്ന് വെച്ചപ്പോ എന്താ ചിരിച്ചത്? അതെ അല്ല ഇതല്ല, ഒരു ജഡ്ജ് ചോദിക്കുന്ന മാതിരി ചോദിച്ചത്. ആ ജഡ്ജ് മറ്റേ ജഡ്ജ്, ആ ജഡ്ജല്ല. കോടതിയിലൊക്കെ ഇട്ടിട്ട് ചോദിക്കണ പോലെ. ആ അതുപോലെ തോന്നിയാ? അതെ അതെ. അപ്പൊ ഇത് ആരാ പാടിയത്? യേശുദാസ്. ആ ഓക്കെ. എന്തിനാ പാടിയത്? സിനിമയ്ക്ക് വേണ്ടി. ആര് പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ട്? ഓ IPS ഉണർന്നു. അത് IPS ചോദ്യമാണ്. ആ ജെറിയമൽ ദേവ് സാർ പറഞ്ഞ ടേക്ക് പാടി. അയക്കും. അപ്പൊ എല്ലാം കറക്റ്റ് ഉത്തരവുണ്ട് കയ്യില്. ഇത്രയുണ്ട്. അപ്പൊ എവിടെയാണെങ്കിലും രക്ഷപ്പെട്ടു സ്ലിപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു പോക്കോളും. അതെ അതെ. ഈ ജഡ്ജല്ല, ഏത് ജഡ്ജിന്റെ മുമ്പിലാണെങ്കിലും. നമുക്ക് തുടങ്ങാം. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ ഇവൾ എൻ മനസ്സിൻ തന്ത്രികൾ മീട്ടും വീണാഗായിക ഇവൾ വീണാഗായിക പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ ഇവൾ എൻ മനസ്സിൻ തന്ത്രികൾ മീട്ടും വീണാഗായിക ഇവൾ വീണാഗായിക. തെനവിളയും പൊൻവയലല്ല തെന്മലതൻ ചെറുതേനല്ല തെനവിളയും പൊൻ
മകളെ സർ. ഋതു നന്നായിട്ട് പാടുക. താങ്ക് യു സർ. രസമായിരുന്നു. ഒരുപാട് പോർഷൻസ് വളരെ നന്നായിരുന്നു. ആക്ച്വലി ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയത് ഞാനാണ്. തരങ്കിണി സ്റ്റുഡിയോ ട്രിവാൻഡ്രത്തിൽ 1981 ലാസ്റ്റ്. അപ്പൊ അന്ന് ജെറി സാറ് മിക്കവാറും എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഞാനാണ് ട്രാക്ക് വിദ്വാൻ. കാരണം എന്നെ കൊണ്ട് പാടിക്കും, അതിനുശേഷം ദാസേട്ടൻ പാടും. അപ്പം അങ്ങനെ തരങ്ങിണിയിൽ ഈ പാട്ട് റെക്കോർഡിങ്ങിന് എല്ലാം റെഡിയായി. ഒരു വൈകുന്നേരം ഒരു 4:30 മണി 5 മണി വരെ, 2 മണിക്ക് തുടങ്ങി. ഒരു 5 മണിയായപ്പോൾ പാട്ടൊക്കെ പഴുത്തു. എങ്ങനെ ഒരു 5:30 6 മണിയായപ്പോൾ ടേക്ക് എടുത്തു. ഇത് തന്നെ ഞാൻ തന്നെ പാടി. എന്നിട്ട് തിരിച്ചു വന്ന് ദാസേട്ടന് വേണ്ടിയിട്ടാണ്. ദാസേട്ടൻ പിറ്റേ ദിവസം വരും എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞൊന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഇതിനകത്തൊരു 4 ബാർ കഴിഞ്ഞിട്ടില്ലേ നാസുർ എടുക്കുന്നത്. ആക്ച്വലി അങ്ങനെ അല്ലായിരുന്നു. ഇത് പിന്നെ അങ്ങനെ ആക്കിയതാണ്. ഹാളിൽ നിന്ന് കണ്ടക്ടർ പറയും 1 2 3 4 അതാണ് പാട്ടിന്റെ തുടക്കം. ഇത് ഈ നാഗസ്വരത്തിനൊരു കുഴപ്പമുണ്ട്. കാരണം അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് OK ഗോപി എന്നൊരു വിദ്വാനുണ്ട്, അദ്ദേഹം എന്തും വായിക്കും. അതല്ല, അദ്ദേഹം എക്സ്ക്ലൂഡിങ് അദ്ദേഹമല്ല. സാധാരണ നാഗസ്വരക്കാർക്ക് ഒറ്റയടിക്ക് അങ്ങനെ വരത്തില്ല. അവർ ഈ തുപ്പൽ തൊട്ടിട്ട് ഇങ്ങനെ ആ റീഡുണ്ട്, റീഡ് അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വരത്തുള്ളൂ. ഇത് കണ്ടക്ടർ പറയുന്നത് 1 2 3 4 അങ്ങനെ വരത്തില്ല. ഇത് കുറെ പ്രാവശ്യം സഹിച്ച് ടേക്കൊക്കെ എടുത്തിട്ട് പറഞ്ഞ് അതൊന്നുകൂടെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ തരങ്ങിണിയുടെ വലിയൊരു വാതിൽ തുറക്കുന്നു. നല്ലൊരു വൈറ്റ് ഒക്കെ ഇട്ടിട്ട് താടിയൊക്കെ വളർത്തിയ ഒരു സിംഹം, സംഗീത സിംഹം കയറി വന്ന് അവിടുന്ന് കേക്കട്ടെ എന്ന്. അപ്പം ഞാൻ കാലിലൊക്കെ തൊട്ട് എഴുതും. അപ്പോൾ സുഖമാണോടാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞു. പാട്ട് കേട്ടിട്ട് ദാസേട്ടൻ പറഞ്ഞു നല്ല പാട്ടാ, ഞാൻ ഇപ്പം തന്നെ അങ്ങ് പാടാം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചിരിയാ വരുന്നത്. കാരണം ഈ നാഗസ്വരക്കാരൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ട്രാക്ക് പാടുന്നവരായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞ പോലെ ഈ നാഗസ്വരക്കാരൻ ഇതെടുത്ത് വയ്ക്കും. ദാസേട്ടൻ ദേഷ്യം വന്നു, ഡോ നാഗസ്വരക്കാരാ, നീ അതെടുത്ത് വായിൽ വെച്ചിട്ട് തുപ്പലൊക്കെ ആക്കി വെക്കുക. എന്നിട്ട് 4 മുമ്പ് 3 മുമ്പ് 1 2 3 എന്ന് പറയുമ്പോൾ നീ വായിച്ചു തുടങ്ങും. അപ്പോൾ 4 വരും. സത്യം അത് പറഞ്ഞ് 3 പുള്ളി വായിച്ചു, അത് 4 വന്ന്. എനിക്ക് ഒരു പക്ഷേ അതിന് ശേഷമായിരിക്കും ഈ നാസുരം എന്തെങ്കിലും ചെയ്തിട്ട് ഇതുപോലെ ഒരു 4 ബാർ ഇട്ടത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്ര കൃത്യമായിട്ട് ആ നോട്ട് അറിയാമായിരുന്നു. മോൻ പാടി നന്നായിട്ട് പാടി. പിന്നെ കുറച്ചുകൂടെ ഗ്രിപ്പ് ഉണ്ടായിരുന്നേ നന്നായിരുന്നേ. ആ ഒരു സ്വിങ് ഉണ്ടല്ലോ, ആ സ്വിങ് മോൻ പാടിയപ്പോൾ കുറച്ച് നഷ്ടപ്പെട്ടോന്ന് തോന്നുന്നു. പാട്ടൊക്കെ നന്നായിരുന്നു. ബട്ട് ദിസ് തിങ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയുള്ള സ്വിങ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്വിങ് അനുസരിച്ച് പാടണം. മോനിന്ന് പാടിയ പാട്ട് ഫുൾ കേൾക്കാൻ നല്ല എന്താ പറയുക പ്ലസന്റ് ആയിരുന്നു. അതായത് എനിക്കിതിലൊന്നും തന്നെ ഒരു ചൂണ്ടിക്കാണിച്ച് നീ എന്ത് ഇങ്ങനെ പാടിയത്, അത് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറയാനുള്ളൊരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല. അതിപ്പം മോൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടോപ്പ് സിംഗർ സീസൺ 2 ഇപ്പം അറൗണ്ട് 95% കണ്ടസ്റ്റൻസ് വന്നാലും നമുക്ക് അങ്ങനെ ഫോൾട്ട് എന്ന് പറയാൻ ഒരു ബന്ധമില്ലാത്തൊരു തെറ്റ് വന്ന് പാട്ട് മാറിപ്പോന്ന് പറയാനുള്ളൊരു സംഭവം ഇല്ല. പിന്നെ ചെറിയ ഒരു പോളിഷാണ് ഇനിയിപ്പോൾ വേണ്ടുന്നത് എല്ലാവർക്കും. ആദ്യം മോൻ വരുമ്പോൾ എല്ലാ പെർഫോമൻസിലും ഒരു എക്സ് ഫാക്ടർ ഉണ്ടായിരുന്നു. അന്ന് ആദ്യത്തെ കുറച്ച് പെർഫോമൻസിൽ വളരെ എവിഡൻ്റ് ആയിട്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാർക്ക് കാര്യമായിട്ട് കുറയുന്നല്ല, എന്തോ ഒരു മാജിക്. അത് അന്ന് നമ്മളെല്ലാം പറഞ്ഞിരുന്നതും ഇപ്പോഴും പറയുന്നത് ഫീലാ. പക്ഷെ ഇപ്പൊ വരുന്ന സമയത്ത് ഒരു പോളിഷ് കുറച്ചും കൂടി വന്നാൽ മതി. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഋത്തിക്കിന്റെ പാട്ട് വളരെ ഇഷ്ടം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോനെന്ന് പാടിയത്. നല്ല സെലക്ഷനാണ്. ഇത് ജെറി മാഷിന്റെ പാട്ടാണെന്ന് ഇത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കേൾക്കുമ്പോൾ ഒരു ബാബുരാജ് മാഷിന്റെയും നാദസ്വരം കേൾക്കുമ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പോലെയൊക്കെ തോന്നും. മോനത് വളരെ മനോഹരമായിട്ട് പാടി. എനിക്കും തോന്നാറുണ്ട് ഈ ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ കുറേ നാളുകൾ നല്ല പെർഫോമൻസ്, കോരിത്തെരിപ്പിക്കുന്ന രോമാഞ്ചമുണ്ടാക്കുന്ന പെർഫോമൻസ് ഇഷ്ടംപോലെ തവണ ഹൃദയക്കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ പെർഫോമൻസ് ഈ കുറച്ച് നാളുകളായിട്ടാണ് എന്തോ ഒന്ന് മിസ്സിങ്. കോൺഫിഡൻസ് കുറഞ്ഞു പോയോ? പിന്നെ ദിവസവും രാവിലെ കണ്ണാടി നോക്കിയിട്ട് ഐ ആം ദ ബെസ്റ്റ് എന്നൊരു കുറച്ച് പ്രാവശ്യം പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ
ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവർ അഹങ്കാരം കൊണ്ട് ചെയ്യണതല്ല, ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട്. അതെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇപ്പൊ മധു അങ്കിള് പറഞ്ഞ കാര്യമില്ലേ, അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒരിടക്ക് താമസിക്കുന്ന വീട്ടില്, ഞാൻ അതായത് റെന്റിന് താമസിക്കുന്ന സമയത്ത് എന്നിൽ മുമ്പേ താമസിച്ച് വലിയൊരു ലെജൻഡറി സ്പോർട്സ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബെഡ്റൂമാണ് പിന്നെ ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ ബെഡ്റൂം. അപ്പം എൻ്റെ കബേർഡ് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ ഒട്ടിച്ചു വെച്ചൊരു സംഭവമുണ്ട്. കംപ്ലീറ്റ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പേപ്പർ കട്ടിങ്സും അദ്ദേഹത്തിന് വേൾഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെന്റ്സ് ആൻഡ് ഐ ആം ദ ബെസ്റ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, പ്രോബബ്ലി ദിസ് ഇസ് ദ റീസൺ വൈ ഹീസ് ദ ബെസ്റ്റ്. ദാറ്റ് ഇസ് ദ സ്പിരിറ്റ്. അപ്പോൾ ഇപ്പം ഋത്തിക്കിൻ്റെ പാട്ട് കേട്ട് ലോകം മുഴുവൻ ഋത്തിക്കിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും സപ്പോർട്ടുള്ള സമയത്ത് ആ സപ്പോർട്ടിനെ യൂസ് ചെയ്യാം. ഓക്കെ. ചക്രയുടെ പാട്ട് കുറച്ചൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ, കേട്ടോ. ഞാൻ ഭയങ്കര ഒരു ഫാനാണ് മോൻ്റെ. ഞാൻ മാത്രമല്ല, എന്നോട് ഒരുപാട് പേര് മോൻ്റെ പാട്ടിനെക്കുറിച്ചും മോൻ പാടുന്ന പല ജോണറിലുള്ള പാട്ടുകൾ പാടുന്നതിനെക്കുറിച്ചും ആ പ്രൊഫഷണൽസിനെ കുറിച്ചൊക്കെ ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് മീനൂട്ടി, ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓരോ രീതിയിലാണ്. ഒരാൾ പറയുന്ന പാടുമ്പോഴുള്ള സ്വിങ് കുറച്ച്, പിന്നെ ഒരു എക്സ് ഫാക്ടർ, ഓരോരുത്തർ ഓരോ രീതിയിലാണ് അതിനെ വർണ്ണിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസീഷ്യൻസിൻ്റെ ഇടയിലും സിംഗേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഭാഷയായിരിക്കാം. ഇവരൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. പക്ഷെ സാധാരണ ഒരു പ്രേക്ഷക അല്ലെങ്കിൽ ശ്രോതാവ് എന്ന നിലയിൽ ചക്ര പാടിയത് അമേസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിഗംഭീരമായിട്ടാണ്. പക്ഷെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ യു ക്യാൻ ബി മോർ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആവാം. യു ആർ ഓൾറെഡി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആവണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കേട്ടോ. ബി പോസിറ്റീവ് ഓൾവേസ്. യു ആർ ദ ബെസ്റ്റ്. ഓക്കെ ഹൃത്തുകുട്ടാ, മോൻ അങ്കിള് തരുന്ന മാർക്ക് 9.5 out of 10. താങ്ക് യു സർ. ഋതിക് സർ 9.5. താങ്ക് യു സർ. ഋത്തിക്കുട്ടന് ഞാനും തരുന്നു 9.5 out of 10. താങ്ക് യു സർ. 28.5 out of 30. That means ഋതിക്കിന് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നത് എക്സ്ട്രീം. താങ്ക് യു സർ. മോൻ ഏത് പൂക്കറ്റ് വേണം? ഡോറേമോൻ. എനിക്ക് ഡോറേമോൻ. ഈ ഡോറേമോൻ അറിഞ്ഞൂടാ? ഇങ്ങനെ നീലയും വെള്ളയും കളറിലൊരു പൂച്ച. ആ മോനോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? പറയണ്ടേ, അടിയൊരു ഡോറേമോൻ പൂക്കറ്റ്. Congratulations, you are awarded extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം പാട്ടുകളും പെർഫോമൻസും ഒക്കെ കണ്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓക്കെ ഡോറേമോൻ, ബൈ ബൈ. കളിച്ചിരിയുടെ കുസൃതി ചന്തം പകർന്ന നമ്മുടെ ചിരി മണി കൊട്ടിയെത്തുന്നു. വെൽക്കം മേഘ്ഡു ഓൺ സ്റ്റേജ്. അയ്യോ, അതെന്താ മേഘഡു എന്ന് വിളിക്കുന്നേ? മേഘ്ഡു ആരെ വിളിച്ചു തുടങ്ങി? അനുരാധ ചേച്ചി പറഞ്ഞില്ല അങ്ങനെ വിളിച്ചതെന്ന്. അനുരാധ ചേച്ചിക്ക് മലയാളം അത്ര കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമല്ലേ അവളെ അങ്ങനെ ആ മേഘഡു കൊള്ളാം. മേഘ്ഡു, ലഡ്ഡു എന്നൊക്കെ പറയുന്നല്ലേ മേഘഡു. മേഘ്ഡു, മേഘഡു എന്തൊക്കെയുണ്ട്? സുഖം. സുഖമായിരിക്കുന്നു. സുഖം. അപ്പൊ ഈ ഭയങ്കര മഴയൊക്കെയാണല്ലോ, അപ്പൊ എന്ത് ചെയ്യും? ആ അതല്ലേ എന്റെ പാട്ടിലും വന്നത്. ആ, എന്ത്? അതാണ് ഇടയ്ക്കൊന്ന് ചിരിച്ചാണ് പാടുന്നത്. അതില് തുടങ്ങി കണ്ണുകൾ പേമാരി ഞാൻ അതാണ് കണ്ട് അവിടെ ഫുള്ളും മഴ. വല്ലവരും പറഞ്ഞോ ഈ പാട്ടെടുക്കാൻ? മോളി പാട്ടെടുത്തത് അത് ഞാൻ പഠിക്കാൻ നേരം പാടി
പാടിയിട്ടാ മഴ വന്നത്. ഞാൻ അവൾ പാടിയിട്ടാണ് മഴ വന്നത്. മൊത്തം കേരളം മുഴുവൻ അത് ശരി. മഴയായി. ആലോചിച്ച് നോക്ക് എന്ത് കൊച്ചൊന്ന് പവർ. പ്രാക്ടീസ് ചെയ്തതാ. അല്ല മേഘുഡുവിന്റെ പവർ. പിന്നെ അങ്ങോട്ട് പാട്ടെടുത്ത് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കേരളം മുഴുവൻ ഇടി വെട്ടി മഴ. ഇന്ന് മൊത്തം തിളക്കമാണല്ലോ. അതെ, ഗോൾഡൻ കളർ ഉടുപ്പ്, തലയില് ഹെയർ ബാൻഡ് ഗോൾഡ്, പിന്നെന്താ മാല, മാല, ചെരുപ്പ്. അയ്യോ, ചെരുപ്പ്, ചെരുപ്പും ചെരുപ്പ്. ഗോൾഡോ എന്റെ അമ്മേ. അപ്പൊ എന്തായാലും പാട്ട് അടിപൊളിയാക്കൂ. ഓക്കെ, അറ്റത്താരാ മേഘടു? ഈ ചേച്ചി അറിയേ? ആന്റി ആന്റി ആശാന്റിയല്ലേ? ഇപ്പൊ ആശാന്റി ഉണ്ടെങ്കിൽ ആശാന്റിക്ക് എല്ലാം അറിയാം. ഞങ്ങള് ടപ്പ് ടപ്പ് കളിച്ച്, പിന്നെ ചക്കരമാവിന്റെ കളിച്ച്. ആ സമയം ആശാന്റി ഉണ്ടെങ്കിൽ ആശാന്റിയുടെ കൂടെ കളിക്കുവായിരുന്നു. ശരിയാണ് ചക്കര. പുതിയ ഡാൻസ് ഒക്കെ പഠിച്ചോ അവിടെ നാട്ടിൽ പോയിട്ട്? ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ശരിയൊക്കെ പഠിപ്പിച്ച. പണ്ടത്തെ സ്റ്റെപ്പ് ഇതൊന്നും പറ്റില്ല. നല്ല പുതിയ സ്റ്റെപ്പ് വേണം. ആണോ? ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആശാന്റി ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? പാട്ടൊക്കെ കണ്ടു, പക്ഷെ ഇത്രയും ദിവസം നിന്ന നമ്പർ പറ. ഒരു 90 ദിവസമായിട്ടില്ല പോയിട്ട് ഇവിടുന്ന്. 90 days. പോയത് എന്തിനാ? ജോലിക്ക് പോണ്ടേ, സിനിമയിൽ അഭിനയിക്കണ്ടേ. അതായിരുന്നു ഇത്രയും സിനിമയോ? ഒരു 3 സിനിമ അഭിനയിച്ചു. 3 സിനിമയോ? 3 സിനിമ അഭിനയിച്ചു. പിന്നെ തിരിച്ചു ദുബായിക്ക് പോയി. 1 വർഷമായില്ലേ ദുബായിൽ നിന്ന് വന്നിട്ട്. അപ്പൊ ദുബായിൽ പോയി സ്കൂളൊക്കെ പതുക്കെ തുടങ്ങാൻ നോക്കി. പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് സമാധാനം കിട്ടിയില്ല. അതാണ് ഞാൻ ഓടി മേഘനക്കുട്ടി കാണാൻ വന്നത്. നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ? എത്ര മിസ് ചെയ്തെന്നറിയോ എനിക്ക്. അയ്യോ മേക്കപ്പില്ലേ ഐഷാഡോ. വൈറ്റ് ആയിരുന്നു, അത് പിങ്ക് ആയിരുന്നു അവര് പറഞ്ഞത്. അപ്പോ അവിടെ മേക്കപ്പ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു വൈറ്റ് ഇട്ടാ പിന്നെ പാടുമ്പോ ടിവിയിൽ സൂമായി കാണിക്കുമ്പോ അതൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാരും കൂടെ അങ്ങ് അടിയായി. ദിയെ കാണാൻ ഞങ്ങൾക്ക് വൈറ്റ് മതിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ അങ്ങ് അടിയായി. അപ്പൊ ഇന്ന് ദിയയും അമ്മയായിട്ട് അടി. ഷോ സാധാരണ സോൾവ് ചെയ്യാനായിട്ട് ഉമ്മയെടുത്ത് എല്ലാനാ പറഞ്ഞത്. അതെ, ഇനിയിപ്പോ ഇതാര് സോൾവ് ചെയ്യും? പാട്ടല്ലേ പഠിക്കുന്ന ഇവിടെ? പാട്ടാണ്, പക്ഷെ ഇത് അവിടെ മൊത്തം അടിയാണെന്ന് പറഞ്ഞു. അടി കേട്ടു. ഇടയ്ക്കിടയ്ക്കാണ് പാട്ട് പഠിക്കുക. എപ്പോഴും പാട്ട് പഠിച്ചോണ്ടിരിക്കുന്ന ബോറടിക്കില്ല. എപ്പോഴും പാട്ട് പഠിച്ചാ പിന്നെ പാടി പാടി തൊണ്ടാവും. അതാണ്, അതൊരു കാര്യമാണ്. സമയം കിട്ടുമ്പോ ബോറടിക്കുമ്പോഴാണോ പാട്ട് പഠിക്കുന്നത്? അതാണ് ഇവിടെ വന്ന് പാടുന്നത്. ബോറടിക്കുമ്പോഴല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പാട്ട് പഠിക്കണം. ഇന്ന് എന്താ അർത്ഥം എന്നറിയോ? ഇന്ന് അമ്മയാ TV കാണുന്നത്. ഇന്ന് അമ്മയും വന്നു, അച്ഛനും വന്നു. അപ്പൊ ഇന്ന് അച്ഛനും അമ്മയും ആശാന്റിയും വന്നു, 3 പേരും വന്നു. അയ്യോ, പിന്നെ എന്തൊരു പാട്ടായിരിക്കും മേഘനക്കുട്ടി. വാവയ്ക്ക് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? ഏത് പാട്ടാ പാടി കൊടുക്കാ? അയ്യോ ഇപ്പൊ ഇല്ല. എനിക്ക് പാട്ട് പഠിക്കുമ്പോ അമ്മ എന്റെ അടുത്ത് വന്നിരിക്കുക. അപ്പൊ ആ പഠിക്കുന്ന കേൾക്കുന്നുണ്ട്. സംസാരിക്കാറുണ്ടോ വാവയുടെ? സംസാരിക്കാറുണ്ട്. ഇന്ന് കാറ് വരുമ്പോ ദിവസം ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോ അമ്മയും കുഞ്ഞവയും ഒറ്റക്കല്ല അവിടെ. അപ്പൊ വയറെ കടന്നിട്ട് ഇടിക്കത്ത പോലും ഇല്ല. ചേച്ചി പോയപ്പോ അങ്ങനെ വിഷമിച്ചു. അപ്പൊ എന്നെയും കൂടെ അപ്പൊ ഞാൻ കാറെ കയറിയിട്ട് കുഞ്ഞവനോട് പറഞ്ഞ് നമ്മള് ഒന്നിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷായി, മനസ്സിലായി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ വയറ്റിലിരിക്കുന്ന സമയത്ത് പുറത്തിരുന്ന് പാട്ട് പാടില്ലേ മേഘനക്കുട്ടി? പാട്ട് പാടി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ വാവ കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് വാവ പുറത്ത് വരില്ലേ? പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ പാട്ട് നേരെ പാടി കൊടുക്കുമ്പോ വാവ ചിരിക്കും. അതെ അതെ അതെ, അതാണ് ഇതിന്റെ. അങ്കിളിന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്കിള് ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് അങ്കിളിന്റെ ഫസ്റ്റ് വാവയില്ലേ, ആ വാവ വയറ്റിലായിരുന്നു കേട്ടോ. അപ്പൊ അങ്കിൾ ഈ പാട്ടൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ ഇടുമല്ലോ. എന്നിട്ട് ഈ വാവ പുറത്ത് വന്നപ്പോഴാണ് പടം റിലീസായി. ഇതേ പാട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഈ വാവ കേൾക്കുമ്പോ ചിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായോ ഇത് കേട്ട് പരിചയമുള്ള പാട്ടാണ്, അതാണ്. അപ്പൊ അതുകൊണ്ട് മേഘിനെ അതുമാതിരി തന്നെ പാടിക്കോ. ഇടയ്ക്കൊന്നു ചിരി
ഇത്രത്തോളം ഒരു ട്രമൻഡസ് ഇമ്പ്രൂവ്മെന്റ്, ഇത്രയും സംഗതികളൊക്കെ ഇത്രയും കൃത്യമായിട്ട്, പിന്നെ ആ ഓഫ് നോട്ട്സ് ആ നോട്ടൊക്കെ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തറിഞ്ഞിട്ടാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നവർ ഒരു സെക്കൻഡ് ആലോചിക്കൂ, ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ കുട്ടി പാടുന്നത്? ഒന്നുമില്ല, എല്ലാം ഒരു പവറാണ്. ഒരു ശക്തി അത്രേ ഉള്ളൂ ഈ സുന്ദരി കുട്ടിയുടെ ശക്തി. എനിക്കൊന്നും പറയാനില്ല, ആരും കണ്ണുവയ്ക്കാതിരിക്കട്ടെ. ഇതിനെനിക്കിങ്ങനെ എടുത്ത് നടക്കണമെന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് പിടി തരാറില്ല. പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഓടിക്കളയും ഇല്ലേ? എനിക്ക് ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ പാടുന്ന സമയത്ത്, വലിയ കുട്ടികൾ, അത് 13, 12, 11, 19 വയസ്സുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് മൈക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഈ കുട്ടി ഹൈ പാടുന്ന സമയത്ത്, ലോ പാടുന്ന സമയത്ത് അടുത്ത് വന്ന് ഡൈനാമിക്സ് വരെ കൺട്രോൾ ചെയ്ത്, ഈ കുട്ടിയുടെ അക്ഷരസ്ഫുടത, ഈ കുട്ടിയുടെ മൈക്ക് ഹാൻഡ്ലിങ്, ഈ കുട്ടിയുടെ പെർഫോമൻസ്, ഐ മീൻ എൻ്റർടൈൻമെൻറ്റ്, ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ പാട്ടും എല്ലാം കൂടി ചേർന്ന് വരുന്ന നമ്മളുടെ ടോപ്പ് സിംഗറാണ് നീ. സൂപ്പർ. ഇതാരാ ഈ മൈക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിച്ചത്? അതൊക്കെ ഞാൻ നിന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അതൊക്കെ പറയാതെ ഓ ശരി, ഞാൻ പറഞ്ഞിട്ട് തന്നെ അല്ലേ. എന്താണ് അതൊക്കെ ഓർത്ത് വെച്ചില്ലേ കുഞ്ഞു ബാവ? അതിന് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഫാന്റാസ്റ്റിക്. ഇനി ആർക്കാണ് എടുക്കേണ്ടത്? ഇതാ മാറി മാറി ചാൻസ് എടുത്തോ. ഞാൻ എടുത്തിട്ട് എങ്ങനെയൊക്കെ പാടുന്ന ആരേത് പഠിപ്പിച്ചെന്നെ വാവേ? അച്ഛനാ പഠിപ്പിച്ചേ? പാട്ട് കേട്ടല്ലേ പഠിക്കുന്നത്? പാട്ട് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലല്ലോ വാവയ്ക്ക്. എന്നിട്ട് ഇപ്പൊ ദീപങ്ങൾ പറഞ്ഞില്ലേ മൈക്ക് ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം, അതൊക്കെ എങ്ങനെയാണ് സ്വയം? ഓൾറെഡി ദീപങ്ങൾ പറഞ്ഞു, അത് വാവയ്ക്ക് അറിയാം. പക്ഷെ ഈ പാട്ടില് ആ ഒരു പൊസിഷനിൽ വെക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ അച്ഛൻ പഠിപ്പിച്ചിരുന്നു. ആണോ ചക്കര? പിന്നെ ഡാൻസ് ഒക്കെ മാത്രം അമ്മ. ആണോ? പഠിപ്പിക്കാറില്ലല്ലോ. നമ്മള് പോയിട്ടില്ലേ, ഇനി ഡാൻസ് പഠിക്കണ്ടേ? ഞാൻ കൊറേ ഡാൻസ് പഠിച്ചിട്ടാ വന്നത്. എന്തിനാന്നറിയോ? ചക്കര പഠിപ്പിക്കാൻ. നമുക്ക് കളിക്കണ്ടേ ഇവിടെ? ഒരു തെയ്യം തത്തൊക്കെ കഴിഞ്ഞു, ഇനി വലിയ ഡാൻസ് അല്ലേ കളിക്കണ്ടേ? ഗംഭീരായിട്ട് പാടിയിട്ട മുത്തേ. ചുമ്മാ ഇനി 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 ഈ വാവ ആർക്കാ വേണ്ടത്? മധുന ഇങ്ങോട്ട് വരൂ വാവ. മേഘനകുട്ടി. എന്തെന്തോ ഞാൻ ആദ്യമായിട്ടാണ് മേഘനകുട്ടി എടുക്കുന്നത് ഇവിടെ, എത്ര നാളുണ്ടായിട്ട്. എന്തായാലും ഇന്ന് കാലക്ക് ട്ടോ. എന്താണ് ഇമ്പ്രൂവ്മെന്റ്? ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ പാട്ട്. ഈ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി എന്താണ് മേഘനകുട്ടി ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ പാടി? ഞാനൊന്നും ചെയ്തില്ല. ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച പാട്ടാണോ ഇത്? ആണോ? എന്റെ അമ്മേ, കൊള്ളാലോ, ആള് മിടിക്കുകയാണല്ലോ. ശുദ്ധ മലയാളത്തില് പഠിക്കുക, ഈ പാട്ടിലുണ്ടല്ലോ പഠിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് മോള് പാടിയത്. സാധാരണ കുട്ടികൾക്ക്, ഇത്രയും കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ മലയാളത്തിന്റെ അക്ഷരസ്ഫുടത കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഇതൊരു അത്ഭുത പ്രതിഭാസം. അത് മാത്രല്ല, പറഞ്ഞ വരികളുടെ അർത്ഥമൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള അർത്ഥമാണ്. അതൊന്നും ചക്കരയ്ക്ക് അറിയണ്ടാവല്ലോ, പക്ഷെ പാടി വരുമ്പം അത്രയും ആ ഫീല് കൊടുത്തിട്ടാണ് പാടിയത്. അതെ 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 അതെ. എന്തായാലും സമ്മതിച്ചിരിക്കുന്നു. ആളൊരു മിടുമിടിക്കുകയാണ്, ഇന്ന് പ്രൂവ് ചെയ്തു ശരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി മീനൂട്ടിക്ക് എടുക്കണോ? ഞാൻ പിടിക്കും. എന്തിനാ മോളെ മീനൂട്ടി എടുത്ത് പോണേ? മീനൂട്ടി അല്ലേ എന്നും പുറത്തോട്ട് എടുത്തോണ്ട് നടക്കുന്നത്? കണ്ടോ, ഇവിടെ എല്ലാരും സ്റ്റേജിലാ. മീനൂട്ടി എപ്പോഴും പുറത്തൂടെ മീനൂട്ടി. ഞങ്ങളെല്ലാം ആദ്യമായിട്ട് എടുക്കുക അല്ലേ? അതെ, ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തൊരു ഫോട്ടോ ഇട്ടില്ലേ? ആശാന്റെ പണ്ട് ഒരു ഇതിൽ എടുത്തില്ലേ, എന്തായിരുന്നു, വട്ടയിലെ പന്തില്. ഞാനൊരു ഫോട്ടോ എടുത്തിട്ടില്ലേ മോളെ? ഒരു രഹസ്യം പറയട്ടെ, ഇനി വാ, ചെവി പറയാം. ഓ
10 out of 10. ഞാനൊരു സ്വകാര്യം പറയട്ടെ. പിന്നെ 10 out of 10. എന്റെ സ്വകാര്യം കേൾക്കണോ? എന്താ വീട് അച്ഛന് പണിയെടുക്കാൻ പോവാ. 10 out of 10. 10 out of 10. 3 പേര് 10 out of 10 കൊടുക്കുമ്പോ എനിക്കുണ്ട് സ്വകാര്യാണ്. 100 out of 100. എന്നാ ഞാനും പറയാം. അപ്പൊ മോക്ക് കിട്ടിയ മാർക്ക് 30 out of 30. And that means മേഘനക്കുട്ടി പുതിയ ടഫ് ജഡ്ജ്മെന്റിൽ ആദ്യമായിട്ട് കിട്ടുന്നു a golden crown. അത് വിളിക്കുന്നു. ജാനകിയമ്മയുടെ പോക്കറ്റി. ഞാനിക്ക് പോകട്ടെ. മേഘടുക്ക് വേണ്ടി ഒരു ജാനകിയമ്മ പോക്കറ്റ് പോരട്ടെ. Congratulations, you are awarded a golden crown. Okay. ചാച്ചാ ബൈ ബൈ ഇനി പറഞ്ഞു. എല്ലാ ദിവസവും ഗോൾഡൻ ഉടുപ്പിട്ടിട്ട് വന്നാൽ മതി. അപ്പൊ ആ, ശരിയാ. ക്രൗൺ കിട്ടും. ചക്കര ചാച്ചാ പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം പാട്ടുകളും പെർഫോമൻസും ഒക്കെ കണ്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സുന്ദര സ്വര സന്ധ്യയിൽ ഒരു കിടിലൻ പെർഫോമൻസുമായി വരുന്നു കാസർഗോഡ് നിന്നും നമ്മുടെ കൃഷ്ണജിത്ത്. വെൽക്കം കൃഷ്ണു. ഇതെന്താടാ മോനെ എന്ത് പറ്റി നിനക്ക്? ആരാണ് ഇത് ചെയ്തത്? ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി. എന്താണ് ഈ പാന്റിന് ഇത്രയും ഇറക്കമുള്ളൂ ഇതിന്. ഞാൻ വിചാരിച്ചു പൊക്കം വെച്ചപ്പോ ചിലപ്പോ പാന്റ് ചെറുതാവില്ല, അങ്ങനെയാന്ന് വിചാരിച്ചു. പൊക്കം വെച്ചിട്ടുണ്ട് കുറച്ച്. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? തകർക്കല്ലേ? എന്നാ ഞാൻ കാണുന്നുണ്ട് ടിവിയില്. ബഹളമായ തകർക്കല്ലേ? നീ ഏതാ പാടാൻ പോകുന്നത്? ഇന്നീ തീരം തേടും. അതിന്റെ കുപ്പായാണ് മീനുട്ടിയത്. അതാണ് ജിങ്കിച്ചക്ക കുപ്പായൊക്കെ. ഈ പാട്ടിന് പറയുന്നതാണ് കൊണ്ടട കൊണ്ടട പാട്ട്. അറിഞ്ഞൂടെ നിനക്ക്? കേക്കണം നിനക്ക്? കേൾക്കണം. ആ ശ്രുതി മാത്രം ഇട്ടെ. നീ പാടിക്കോ. കുണ്ടട 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 ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു ഞാൻ താളത്തിനല്ലേ പറയുന്നത്. അതെനിക്ക് പടം അപ്പൊ അവിടെ അടിച്ചാലേ നീ പാടുമല്ലേ? അത്ര അവന് കൊണ്ടടയൊന്നും പറ്റത്തില്ല. അല്ല ബാൻഡ് കേട്ടാ. അടിപൊളിയാണ്. Okay, all the best. Okay, man, all the best. ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മുതാലസയായി. ഇന്നീ പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ
താങ്ക് യു സർ. കിവി ഐസ്ക്രീം മലയാളിയുടെ രുചി വൈവിധ്യത്തിന് കഴിഞ്ഞ 10 വർഷമായി പുതിയ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തിയ മലയാളി ബ്രാൻഡാണ്. ജാക്ക് ഫ്രൂട്ട്, അറേബ്യൻ ഡിലൈറ്റ്, ടെൻഡർ കോക്കനട്ട് തുടങ്ങിയ 20-ലധികം രുചികൾ കിവി ഐസ്ക്രീംസിലുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിവി ഐസ്ക്രീം ലഭ്യമാണ്. രുചിച്ചറിയാം നാവിലലിയുന്ന കിവിയുടെ മാജിക്. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മുതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുണർക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി വിടെ. താങ്ക് യു സർ. കൃഷ്ണു സർ. നന്നായി മോനെ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ ആക്ഷൻസ് ആണ്. പാട്ട് അവിടെ നിൽക്കട്ടെ, കാരണം പാട്ട് എന്നും പാടുന്നതല്ലേ. പക്ഷെ ഇന്ന് ഇത്രയും നാളിന് ശേഷം നീ അസലായിട്ട് ഡാൻസും സ്റ്റെപ്സും ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു. താങ്ക് യു സർ. ചരണം വരാൻ നേരത്തെ ഒരു അങ്കിൾ അതുവഴി നടന്ന് ഇടിച്ച് നീ വീണേനെ. വീണിരുന്നെങ്കിൽ ജഡമോഹങ്ങൾ എന്ന് പറഞ്ഞ താഴെ കിടന്ന് ഇങ്ങനെ കാണിക്കും. പക്ഷെ നീ മാനേജ് ചെയ്തു അവിടെ. പക്ഷെ എനിക്കൊരു സീൻ എനിക്ക് കണ്ടിട്ട് ചിരി വന്നു. പക്ഷെ ഇത് ടേക്കല്ലേ, നമുക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. ആ കോട്ടൂരി കൊണ്ട് പോയതായിരിക്കും. അതെ, ആ കോട്ട് ഊരി കഴിഞ്ഞപ്പോഴ് അത്രയും നേരം വലിയ തടിയായിട്ട് ജയനല്ലേ നിന്ന ജയന്റെ കോട്ട് ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉള്ളി തൊലിക്കുന്നവര് അതിനകത്തൊരു ഉഞ്ചി നിൽക്കുന്നു, ഒരു ഉഞ്ചി ജയൻ. എന്നിട്ട് ആ ജയൻ അവിടെ പോയിട്ട് കുറെ ആക്ഷനും കൂടെ, അതായത് ഇങ്ങനെ അവിടെ അങ്ങറ്റത്ത് അവിടെ ആ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയിട്ട് കയ്യിലൊക്കെ ഒരു തിരുമിയിട്ട് വാ കൊണ്ട് ഇങ്ങനെ ജയന്റെ ആക്ഷൻ ഉണ്ടല്ലോ, അതെല്ലാം കാണിച്ചിട്ട് കോട്ടെന്ന് വെക്കാം. പിന്നെ തിരിഞ്ഞിരുന്നിട്ട് പൃഷ്ഠത്തില് 2 അടി. കാരണം ജയന്റെ സ്ഥിരം ഉണ്ടല്ലോ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ. അതും കൂടെ കണ്ടപ്പോ മോനെ ഞാൻ തളർന്നു വീഴാ. നീ ഒന്ന് കാണിച്ചേ. അയ്യോ ഫിഗർ മാത്രം ഇത്തിരി ചെറുതായി പോയി. നന്നായിരുന്നു. പാട്ടും വളരെ നന്നായിരുന്നു. കുറെ ശ്രുതി മാത്രം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പോയായിരുന്നു. ചിറക് വിടർത്തട്ടെ ആ പോർഷൻസിലൊക്കെ ശ്രുതി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ബാക്കിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ അടിച്ച് പാടാം എന്നെനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പാട്ടായാലും ഏത് പാട്ടായാലും, കാരണം മെലഡി ആയാലും സെമി ക്ലാസിക്കലായാലും ഇപ്പോൾ ഇതൊരു പെപ്പി നമ്പർ ആയാലും, ഇത് പഠിച്ചിട്ട് ഇവിടെ വെച്ച് മറന്നു പോകരുത്. ഇത് വീണ്ടും സമയം കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തൊക്കെയാണോ ഇവര് എല്ലാവരും പറയുന്നത് എന്നുള്ളത് ഒരു മോൻ്റെ കട്ടിങ് മാത്രം എടുത്തു വെച്ചിട്ട് അവിടെ ഒക്കെ കറക്റ്റ് ചെയ്തേക്കണം. അത് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. മോൻ പെർഫോമൻസ് അറ്റംപ്റ്റ് ചെയ്തത് ഞാൻ ശരിക്കും മോനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. താങ്ക് യു സർ. ഇതൊരു ഡിസ്കോ ടൈപ്പ് പാട്ടാണല്ലോ പഴയത്. അപ്പൊ അങ്ങനത്തെ പാട്ട് വരുന്ന സമയത്ത് അതിന് നമുക്ക് വേണ്ടുന്ന ചില ബോഡി ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ഈ പാട്ടിന്റെ ഇടയിൽ മോൻ ജയൻ സാറിന് ഇമിറ്റേറ്റ് ചെയ്തു അല്ലേ? അവിടെ ശരിക്കും പറയുന്നത് അതൊരു മിമിക്രിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അതുപോലെ മോൻ ആ ഒരു ക്യാരക്ടറിനെയാണ് മോൻ അഭിനയിക്കുന്നത്. പക്ഷെ അതല്ലാതെ ഒരു പെർഫോമറായിട്ടൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ വേറെ ക്യാരി ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മോൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒരു പൊട്ടിക്ക് എനിക്ക് കുറവായിട്ട് തോന്നി. അതായത് ചില ഇൻഹിബിഷൻസ്, അതായത് ചമ്മൽ ഇനി മോൻ്റെ അടുത്തുനിന്ന് മാറ്റിയെടുക്കാനുണ്ട്. ഇപ്പം മോൻ സെൻട്രൽ സ്റ്റേജിൽ വന്നിരിക്കുമ്പം കുറേ പെൺകുട്ടികൾ സൈഡിൽ വന്നിങ്ങനെ ലൈനായിട്ട് നിൽക്കും. അതിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന 2 പെൺകുട്ടികൾ വന്നിട്ടാണ് ആ ജാക്കറ്റ് ഊരുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കൊറിയോഗ്രാഫി അല്ലേ? അപ്പോൾ ആ ക്യാരക്ടർ ഒരു ഹീറോ ആയിട്ട് നിൽക്കുമ്പം ഒരു കൊടുക്കുകയാണ് വേണ്ടത്. ഊരുന്ന സമയത്ത് മോനാകെ ഈ ഒരു സാധനം ഉണ്ട് മോന്റെ ബോഡി ലാംഗ്വേജിൽ. അയ്യോ, ജഗതി ചേട്ടനൊക്കെ ചെയ്യണ പോലെ. അതെ, അതൊരിക്കലും വരാം. അതിനാണ് ഇൻഹിബിഷൻസ് എന്ന് പറയുന്നത്. അത് ഇത്രയൊക്കെ മോൻ ചെയ്തില്ലേ? അപ്പൊ എനിക്ക് കോൺഫിഡൻറ്റാ ഇനി വരുന്ന സമയത്തും മോൻ ഈ ഓരോരോ സംഭവം ക്ലിയർ ചെയ്യും. ഈ സ്റ്റേജിൽ മോൻ ഇത്രയും കാണിച്ചത് തന്നെ വലിയൊരു അറ്റംപ്റ്റ് ആണ്. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സർ. കൃഷ്ണജിത്ത് സർ, നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ
മോൻ്റെ പെർഫോമൻസ്. താങ്ക് യു സർ. ഭാവിയിൽ ഇതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പാട്ടിൽ അവിടെയൊക്കെ ചെറിയ ശ്രുതി കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ശ്രുതി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എനർജി കീപ്പപ്പ് ചെയ്തു. അത് വളരെ നല്ല കാര്യം. ഓക്കെ, ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. കൃഷ്ണജിത്ത് മാം, ഞാൻ ശരിക്കും ജയൻ എന്ന് പറയുന്ന മഹാനടൻ്റെ വലിയൊരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൗരുഷവും അദ്ദേഹത്തിൻ്റെ അഭിനയവും ഒക്കെ എനിക്ക് പണ്ടത്തെ സിനിമകളൊക്കെ ഇപ്പോഴും എടുത്ത് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പാട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്ഥിരമായി കാണുന്ന പാട്ടുകളിൽ ഒരു പാട്ടാണ്. പക്ഷേ മോൻ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അദ്ദേഹം ചെയ്യണ മാതിരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, കൈതിരിക്കുക, ആ ഒരു എക്സ്പ്രഷൻസ്, അതൊക്കെ മോൻ പാടിയപ്പോഴും അല്ലെങ്കിൽ ഓരോ ബീജിയത്തിലെ എക്സ്പ്രഷൻസിലൊക്കെ മോൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി മോൻ ചെയ്തത്. ഞാൻ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേജിൽ എങ്ങനെ ഒരു പ്രോഗ്രാം കാണാൻ നമ്മളൊരു പോയിരിക്കില്ലേ നമ്മൾ സാധാരണ സ്റ്റേജ് പെർഫോമൻസ്, അങ്ങനെയാണ് ഞാനിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി മോൻ ചെയ്തത്. മോൻ്റെ കൂടെയുള്ള ഡാൻസേഴ്സ് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തു മോനെ. അവർ ഗംഭീരമായിട്ട് ചെയ്തു. അതിൻ്റെ കൂടെ മോൻ നിന്ന് പാടുക മാത്രമായിരുന്നില്ല, അവരുടെ ഒപ്പം എനിക്കൊന്ന് പാടുമ്പോഴും ബീജിയത്തിനും ഒക്കെ മോൻ അവരെ കൂടുന്നുണ്ടായിരുന്നു അല്ലേ. വലിയ കാര്യമാണ് മോനെ, വലിയ കാര്യമാണ്. വലിയ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. താങ്ക് യു മോനെ. മോൻ പാടിയതിന് 9, പിന്നെ ആ അഭിനയത്തിന് ഒരു 0.25, 9.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. താങ്ക് യു മോന് ഞാൻ തരുന്നു 9 out of 10. താങ്ക് യു സർ. താങ്ക് യു. 9 out of 10. താങ്ക് യു സർ. So 27.25 out of 30. താങ്ക് യു സർ. താങ്ക് യു. കൃഷ്ണജിത്തിന് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു 8 wow. താങ്ക് യു സർ. താങ്ക് യു. Dear Jen Pokute, congratulations, you are awarded a triple wow. 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 And wow. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാം പാട്ടുകളും പെർഫോമൻസും ഒക്കെ കണ്ടു. ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായി ഇതാ ഒരു സുവർണ അവസരം. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in വൻ ഓഫറുകളോടെ സൂപ്പർ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച ഓഫറുകളാണ് MyGi.in ഒരുക്കിയിരിക്കുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയ എല്ലാവിധ ഗാഡ്ജറ്റുകളും സ്വന്തമാക്കുന്നതോടൊപ്പം MyGi ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഓഫറുകളും നിങ്ങൾക്ക് നേടാം. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. അതുകൊണ്ട് ഒട്ടും വൈകേണ്ട, ഇനി ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റുകൾ സ്വന്തമാക്കാം MyGi ഓൺലൈൻ ഒരുക്കിയിരിക്കുന്ന സൂപ്പർ സെയിലിലൂടെ. വേറൊരു റേഞ്ച് ഓഫർ എക്സ്പീരിയൻസ് ചെയ്യാൻ സന്ദർശിക്കൂ www.myji.in. MyGi.in, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. ദീപങ്ങളെ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മള് ഇന്ന് ഞെട്ടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു മേഘന. വെൽക്കം മേഘന കുട്ടി ഓൺ സ്റ്റേജ്. അപ്പൊ നമ്മുടെ പെർഫോമൻസുകളും പാട്ടുകളും തമാശയൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കാണും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട്. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനു ടീം.